ഹായ് ഗായ്സ്, ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങളാണെങ്കിലല്ലേ നട്ടതാണ് ഈ വിത്തുകളെ. ഇതിലാണ്ട് ഇപ്പോൾ ആണെങ്കിൽ വെണ്ടയുണ്ട്, പയർ വിത്തുണ്ട്. ഇത് പയറാട്ടോ, കണ്ടില്ലേ വലുതായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുണ്ട്, ഇതിലാണെങ്കിൽ ചുമന്ന ചീരയാണ്. ഇതാണെങ്കിൽ ഇപ്പം നമ്മൾ നേരിട്ട് തറയിലാണെങ്കിൽ ഇതാക്കുവാണെങ്കിൽ അതൊന്നും പെട്ടെന്ന് ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി നമുക്ക് കിട്ടത്തില്ല. അതിലാണെങ്കിൽ ഉറുമ്പ് അതെല്ലാം എടുത്തുകൊണ്ട് പോകും. ഇപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ചുവന്നീരം ചീരയാണ്. ഇതാണെങ്കിൽ നമ്മുടെ കുക്കുംബറില്ലേ, കുക്കുംബറാണ് ഇത്. അതിലൊരു വിത്തേ കിട്ടുള്ളൂ. ഇത് പയർ. പിന്നെ ഇങ്ങോട്ട് നോക്കി, ഇവിടെ എല്ലാം ആണെങ്കിൽ ചീര. നല്ല ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇത്രയും ഇപ്പോഴത്തേക്കിന് ഇട്ടിട്ടുള്ളൂ. ഇതിനി നമ്മളിനി മാറ്റി ഇതാക്കുമ്പോഴത്തേക്കിന് ഇതിന് നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്കിനി തറയിലേക്ക് മാറ്റാൻ പറ്റും. ഇത് നോക്കിക്കേ, ഇത്രയും ക്വാണ്ടിറ്റി വന്നിരിക്കുന്ന കണ്ടില്ലേ. ഇത്രയും ക്വാണ്ടിറ്റി നമ്മളാണെങ്കിൽ ഇപ്പം നേരിട്ട് തറയിൽ ഇടുവാണെങ്കിൽ ഇത്രയും ഇത് നമുക്ക് കിട്ടത്തില്ല. കാരണം എന്ന് വെച്ചാലാണെങ്കിൽ ഈ ഉറുമ്പ് ഇതെല്ലാം ആണെങ്കിൽ തിന്നുകൊണ്ട് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ വെച്ച് ഞങ്ങൾ കിളിപ്പിച്ചെടുത്തത്. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നതാണെങ്കിൽ ചാണകപ്പൊടിയും പിന്നാണെങ്കിൽ ചകിരിച്ചോറും ഒക്കെ ഇട്ടിട്ടാണ്. അങ്ങനെയാണ് ഇത് ഞാൻ കൾട്ടിവേറ്റ് ചെയ്തേക്കുന്നത്. അതുമാത്രമല്ല, ഇത് നോക്കിയേ, പയർ വലിയ നല്ല സൈസ് പയറാണ് കേട്ടോ. പിന്നെ അതൊരു പാവലുണ്ട്. പിന്നാണെങ്കിൽ